ഇപ്പൊ കേൾക്കാവോ? ഓഡിബിൾ ആണോ? Am I audible? ഒന്ന് പറയാവോ? Okay. Thank you. Okay, my name is Tanashree and I will be taking your IGNOU BSW classes. Okay, first of all, congratulations to all of you for choosing the Bachelor of Social Work program. നല്ലൊരു എന്താണ് ഡിഗ്രിയാണ് അല്ലേ? നമുക്കറിയാം സോഷ്യൽ വർക്ക് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താ? സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു തിയറി പഠിക്കുകയല്ല അല്ലേ? നോട്ട് ജസ്റ്റ് അബൌട്ട് സ്റ്റഡിങ് തിയറീസ്, ഇറ്റ് ഈസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ, സൊസൈറ്റി ആൻഡ് ക്രിയേറ്റിംഗ് പോസിറ്റീവ് ചേഞ്ചസ് അല്ലേ? ഇതൊക്കെയാണ് സോഷ്യൽ വർക്ക്. സോ നല്ലൊരു സബ്ജക്റ്റ് ആണ്. ഡിസ്റ്റന്റ് ആയിട്ട് കൗൺസിലിംഗ് ഏരിയാസിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്ക് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഇഗ്നോയുടെ BSW എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ക്ലാസ്സസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ടു മേക്ക് എവറി ടോപ്പിക് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്ട് എത്രത്തോളം എനിക്ക് ഈസി ആക്കാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ പറ്റും, അതാണ് എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് എക്സാമിനേഷൻസ് മാത്രമല്ല. ഓക്കെ, നമ്മളുടെ എക്സാം നല്ല രീതിയിലേക്ക് അറ്റൻഡ് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് കോൺസെപ്റ്റുകൾ ക്ലിയർലി എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ടും കൂടെ പറ്റണം. അപ്പൊ സോ അലോങ് വിത്ത് ദ സിലബസ് നമ്മൾ റെഗുലർ ഗൈഡൻസ് ഉണ്ടായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു മ്യൂച്വൽ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻസ് ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. എല്ലാവരും എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അറ്റ് എനി ടൈം. ഓക്കെ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അവിടെ സില്ലി ക്വസ്റ്റ്യൻസ് ആണോ അല്ലെങ്കിൽ അത് ഭയങ്കര ടഫ് ഉള്ളതാണോ അങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഡ്യൂറിങ് ലൈവ് സെഷൻ ആയിക്കോട്ടെ, അതല്ല ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പഠിക്കുന്ന ടൈമിലായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയറൻസിനായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ സബ്ജക്റ്റ് ഞാനായിരിക്കും ലീഡ് ചെയ്യുന്നത്. ക്ലാസ് ഫുള്ളും BSWയുടെ ക്ലാസ്സസ് ഫുള്ളായിട്ട് ഞാനാണ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് BSW 121 ആണ്, പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ്. നമുക്കറിയാലേ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എന്താ? സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ ഒരു ബാച്ചുലർ ഓഫ് സോഷ്യൽ വർക്ക് എന്താണെന്ന് ആദ്യം പറയാം അല്ലെ. ബാച്ചുലർ ഓഫ് സോഷ്യൽ വർക്ക് എന്താ? നമ്മുടെ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസ്, ഫാമിലീസ്, ഗ്രൂപ്പ്സ്, അവരൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കുക, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പ്രൊഫഷണലി നമ്മുടെ കഴിവുകളും അറിവുകളും ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ഓൾറെഡി നമുക്ക് കുറച്ച് സ്കിൽ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു BSW എടുത്ത് വരുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കോമൺ ആയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന കുട്ടികൾക്ക് കോമൺ ആയിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, കുറച്ച് ആക്റ്റീവ് ആയിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ഈ ഒരു എന്താണ് വോളണ്ടിയർലി കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള കുറച്ച് താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിലേറ്റഡ് ആയിട്ടുള്ള നോളജും നമ്മുടെ എബിലിറ്റീസും ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനും കൂടെ ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു തരം ഡിഗ്രി കോഴ്സാണ് നമ്മുടെ ഇഗ്നോയിലെ BSW എന്ന് പറയുന്നത്. ഇഗ്നോയുടെ സിലബസ് ഓൾറെഡി നല്ല സിലബസ് ആണ്. എല്ലാ സബ്ജക്റ്റുകളും നോക്കുകയാണെങ്കിൽ വളരെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് BSW ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്. നമുക്ക് ടെക്സ്റ്റ് അതൊന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. എങ്ങനെയാണ് നമ്മുടെ സിലബസ് വരുന്നതെന്ന് അറിയണ്ടേ. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആണ്. നെക്സ്റ്റ് 4 ബ്ലോക്കുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു സബ്ജക്ട്. പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ്, അതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ പേര്. BSW 121. 4 ബ്ലോക്കുകളായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് ബേസിക്സ് ഓഫ് സോഷ്യൽ വർക്ക്. ബ്ലോക്ക് 3 വരുന്നത് വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക്, വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് 2. വളരെ ചെറിയൊരു സബ്ജക്റ്റ് ആണ്. 4 ബ്ലോക്കുകളിൽ നമുക്ക് അവസാനിക്കുന്നുണ്ട്. ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ 4 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ,
ഒരു 10-16 ചാപ്റ്റേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കും തോന്നുന്നു. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ്സ്. ഓഡിബിൾ ആണല്ലോ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ക്ലാസ്സസ് എടുത്തു പോകുന്നത്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ടെക്സ്റ്റിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഓക്കെ. തുടങ്ങാമേ. ചാരിറ്റി, വോളണ്ടറി ആക്ഷൻ ആൻഡ് ശ്രമത. ഈ 3 ടേംസിനെ പറ്റിയിട്ടാണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് വൺ ചാരിറ്റി. ചാരിറ്റി എന്ന് പറയുന്നത് എന്താ? ദാനം അല്ലേ? സേവനം, ദാനം എന്നുള്ളൊക്കെ ഒരു മീനിങ് ആണ്. ദ ടേം ചാരിറ്റി ആസ് ഡിഫൈൻഡ് ഇൻ ദ വെബ്സ്റ്റേഴ്സ് എൻസൈക്ലോപീഡിക് unbridged dictionary refers to charitable actions as alms giving or performing other benevolent actions of any sort for the needy with no expectations of material reward. ഇവിടെ വെബ്സ്റ്റേഴ്സിന്റെ എൻസൈക്ലോപീഡിക് അൺഅബ്രിഡ്ജ്ഡ് എന്നാണ് കേട്ടോ പറയാ, അൺഅബ്രിഡ്ജ്ഡ് ഡിക്ഷണറി. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ ചാരിറ്റി എന്ന് പറയുന്നത് ഫിസിക്കലി നമ്മൾ റിവാർഡ് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് ആർക്കാണോ നമ്മൾ എന്തെങ്കിലും ദാനമായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന മറ്റു തരത്തിലുള്ള ഈ കാരുണ്യ പ്രവർത്തികളെയാണ് എന്തെന്ന് പറയുന്നത്? ചാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ടേം ചാരിറ്റി എന്താണ്? വെബ്സ്റ്റേഴ്സിന്റെ എൻസൈക്ലോപീഡിക് അൺഅബ്രിഡ്ജ്ഡ് ഡിക്ഷണറിയിലെ പ്രകാരമാണ് കേട്ടോ നമ്മളിപ്പോ പറഞ്ഞത്. അതായത് ഫിസിക്കലി നമ്മൾ റിവാർഡ് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് ആർക്കാണോ നമ്മൾ എന്തെങ്കിലും ഭിക്ഷ കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റുള്ള തരത്തിലുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിനാണ് എന്ത് ചാരിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരാൾ വിശന്നിരിക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഭക്ഷണവും അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ അതിന് പകരം ആളിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ലാഭേച്ഛ ഇല്ലാതെ ആവശ്യക്കാരെ സഹായിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചാരിറ്റി എന്ന് പറയുന്നത്. The earliest reference to charity can be traced in the Rigveda, the oldest word in the god Rudra is highly praised for giving many gifts. All the Hindu scriptures unequivocally advocate the virtue of charity, which must be unfailingly practiced by every household. അപ്പം ഈ ഒരു ദാനധർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പണ്ട് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഋഗ്വേദത്തിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. ഋഗ്വേദത്തിൽ ഇതിനെപ്പറ്റി ഒരുപാട് പറയുന്നുണ്ട്. അതിൽ തന്നെ ഈ ഒരു ഗോഡ് രുദ്ര അല്ലെങ്കിൽ രുദ്രദേവൻ എന്ന് പറയും, ഒരുപാട് സമ്മാനങ്ങളും അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ എന്ന് പറയുന്നില്ലേ, അത് സമ്മാനങ്ങളും ദാനങ്ങളും ഒക്കെ നൽകുന്ന ഒരാളായിട്ടാണ് ഋഗ്വേദത്തിൽ പറയുന്നത്, രുദ്രദേവൻ അല്ലെങ്കിൽ ഗോഡ് രുദ്ര എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഹൈന്ദവ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസത്തിലുള്ള എല്ലാവിധ ഗ്രന്ഥങ്ങളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അതില് ദാനധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കുടുംബമായി ജീവിക്കുന്നവരെല്ലാവരും തന്നെ പാലിക്കേണ്ട ഒരു വലിയൊരു മഹത്തായ ഗുണമാണ് ചാരിറ്റി എന്നാണ് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത്. എല്ലാ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതില് കുടുംബത്തോടൊപ്പം ജീവിക്കുന്നവരെല്ലാവരും തെറ്റാതെ അല്ലെങ്കിൽ തെറ്റുകൂടാതെ പാലിക്കേണ്ട ഒരു മഹത്തായ ഗുണമാണ് ചാരിറ്റി. അങ്ങനെയാണ് ഹിന്ദു മതങ്ങളിൽ പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിലെ ഒരു കുടുംബനാഥനെ പറയാം. ആള് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു വരുമാനത്തിന്റെ ഒരു ചെറിയ പങ്ക് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മാറ്റിവെക്കാം. അതങ്ങനെ തെറ്റുകൂടാതെ ചെയ്യണമെന്നാണ് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത്. അപ്പൊ അത് അവരുടെ ഒരു കടമയായിട്ടാണ് ഹിന്ദു മതത്തിൽ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും നമുക്ക് ചാരിറ്റിയിൽ നോക്കിയാൽ മതി. ഓക്കെ. ഇവിടെയും കൂടെ ഉണ്ട് ചാരിറ്റി വെദർ ഇൻ cash or kind is different from social work in the sense that the former results in temporary relief and makes the recipient dependent on the donor, whereas the latter, though having its roots in charity, develops the capacity for self-help among people either by rendering service to the
them or by introducing required changes in the obstructive and depriving social system. ഈ ഒരു ചാരിറ്റി എന്ന് പറയുന്നത് എന്താ? ഈ പണമായോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ആയോ നമ്മൾ ചാരിറ്റി കൊടുക്കുക എന്ന് വിചാരിക്കാം. അത് സോഷ്യൽ വർക്കിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം ദ സോഷ്യൽ വർക്ക് ഇൻ ദ സെൻസ് ദാറ്റ് ദ ഫോമർ റിസൾട്ട്സ് ഇൻ ടെമ്പററി റിലീഫ്. കാരണം എന്താ? അപ്പൊ ദാനം എന്നത് എന്താ? അതൊരു താൽക്കാലിക ആശ്വാസം മാത്രം നൽകി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സഹായം വാങ്ങിക്കുന്ന ആളുണ്ടല്ലോ, ആളെ ആശ്രയിച്ച് ജീവിക്കുന്നവനായിട്ട് മാറ്റും. അപ്പൊ ആരാണോ ദാനം തരുന്നത് അത് അയാളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളായിട്ട് മാറ്റും. ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എന്താ? ബേസിക്കലി ഈ ഒരു ചാരിറ്റിയിൽ നിന്ന് വന്നതാണെങ്കിൽ കൂടി ഈ ആളുകൾക്ക് ഈ ഒരു സേവനം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിലെ തടസ്സങ്ങളോ അല്ലെങ്കിൽ ചൂഷണങ്ങളോ ഒക്കെ ഉള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവന്നാൽ നമുക്ക് സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ആളുകളിൽ വരുത്തിയെടുക്കാനായിട്ട് പറ്റും. സെൽഫ് ഹെൽപ്പ് അതായത് എന്താ? സ്വയം പര്യാപ്തത അല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്രാപ്തി നമുക്ക് ആളുകളിൽ വരുത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ചാരിറ്റി എന്ന് പറയുന്നത് എന്താ? സോഷ്യൽ വർക്കിൽ നിന്ന് ഡിഫറെന്റ് ആണ്. കാരണം ചാരിറ്റി എന്ന് പറയുമ്പോൾ ഒരാളെ ചാരിറ്റി ചെയ്തു, വാങ്ങുന്ന ആൾ എന്താണ്? നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പിന്നീട് ഇരിക്കും. ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അതിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. ചാരിറ്റിയിൽ നിന്നാണ് ശരിക്കും സോഷ്യൽ വർക്ക് ഉണ്ടാവുന്നത്, എങ്കിൽ കൂടി എന്താണ്? ഈ ഒരു സംഭവം അതിൽ നിന്ന് കൂടെ ഡിഫറെന്റ് ആണ്. ഓക്കെ ആണോ ഇത്രയും പറഞ്ഞേ? ചാരിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് വോളണ്ടറി ആക്ഷൻ ആണ്. Voluntary action is that action which is done by people voluntarily out of natural feeling of compassion and concern for well-being of others without accepting any kind of tangible material gains in lieu of the work done. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് അതേപോലൊക്കെ തന്നെയാണ് വോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്നത്. എന്താ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ ഫിസിക്കലി യാതൊരു ലാഭവും പ്രതീക്ഷിക്കുന്നില്ല, ഒരു റിവാർഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മറ്റുള്ളവരോട് നല്ല ദയോടും അവരുടെ ആ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് എന്തെങ്കിലും പറയാം? നമ്മുടെ വോളണ്ടറി ആക്ഷൻ നമ്മൾ സ്വമേധയാ ചെയ്യാണ്. നമ്മൾ തന്നെത്താനെ നമ്മളിങ്ങനെ സന്നദ്ധമായിട്ട് വരികയാണ്. അതിനെയാണ് വോളണ്ടറി ആക്ഷൻ എന്ന് പറയാ. അപ്പൊ അതായത് ഈ പട്ടിണി കിടക്കുക, അതുപോലെ തന്നെ രോഗങ്ങളുള്ളവരെ, തൊഴിലില്ലായ്മ, പിന്നെ വിദ്യാഭ്യാസമില്ലാത്തവര്, നിരക്ഷരത, പിന്നെ അടിച്ചമർത്തല്, ചൂഷണം ചെയ്യല്, ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണലി അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ തന്നെ നേരിട്ടോ അല്ലാതെയോ നമ്മൾ എന്ത് ചെയ്യാണ്? അവർക്ക് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഹെൽപ്പ് ഓർ സർവീസസ് വിച്ച് പീപ്പിൾ ഇൻഡിവിജ്വലി ഓർ കളക്റ്റീവ്ലി പ്രൊവൈഡ് ഔട്ട് ഓഫ് their feeling of compassion to assist others, especially those who are the victim of poverty, ill health, idleness, illiteracy, suppression, oppression, abuse, exploitation, etc. ഉണ്ടോ? അതായത് സമൂഹത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അവരെ സഹായിക്കാനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ പേഴ്സണലി നമ്മൾ മുന്നോട്ട് വരിക, ഇൻഡിവിജ്വലി അല്ലെങ്കിൽ കളക്റ്റീവ്ലി ഒരു ഗ്രൂപ്പായിട്ട് ഒരു കൂട്ടം ആളുകളായിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെയ്യാം. ഇതൊക്കെ എന്താണ്? വോളണ്ടറി ആക്ഷൻസ് ആണ്. വോളണ്ടറി ആക്ഷൻ ഈസ് മെയിൻലി ക്യാരക്ടറൈസ്ഡ് ബൈ innate urge to help others and promote their well-being in necessarily monetarily. ഫസ്റ്റ് എന്താണ്? വോളണ്ടറി എന്ന് പറയുന്നത് വോളണ്ടറി ആക്ഷന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇന്നേറ്റ് urge to help others and promote their well-being in all possible ways, not necessarily monetarily. എന്താണ്? മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ അവരുടെ വെൽബീയിങ് നമ്മൾ ഉറപ്പുവരുത്തുക. അതാണ് നമ്മുടെ മെയിൻ ഇൻട്രസ്റ്റ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റിവാർഡ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, സാമ്പത്തികമായിട്ടൊന്നും വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നത് പൈസ കൊണ്ട് തന്നെ ചെയ്യണം, അങ്ങനെയല്ല. വെൽബീയിങ് ഇൻ നെസസറിലി മോണിറ്ററിലി, കണ്ടോ? നമ്മൾ സാമ്പത്തികമായിട്ട് തന്നെ ഇത് ചെയ്യണമെന്നില്ല. നെക്സ്റ്റ്, ആബ്സെൻസ് ഓഫ് എനി കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻസ് ഓഫ് എനി മെറ്റീരിയൽ ഗെയിൻസ് ഇൻ ലിeu ഓഫ് ദ ഹെൽപ്പ് ഗിവൺ. എന്താണ്? ആബ്സെൻസ് ഓഫ് എനി കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാഭേച്ഛയൊന്നുമില്ല, നമ്മൾ പ്രത്യേകിച്ച് റിവാർഡൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന സഹായത്തിന് പകരം നമ്മൾ ഫിസിക്കലി എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഫലങ്ങളോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സെൻസ് ഓഫ് സോഷ്യൽ കൺസേൺ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ നീഡ്. അതായത് കഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കാം.
നെക്സ്റ്റ് ഫെയ്ത്ത് ഇൻ ദ ഹയസ്റ്റ് വെർച്യു ഓഫ് ദ സർവീസ് ടു ഹ്യൂമാനിറ്റി. ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യ സേവനത്തിലുള്ള ഒരു വിശ്വാസം അല്ലെ, അല്ലെങ്കിൽ മാനവ സേവനമാണ് ഏറ്റവും വലിയ മഹത്വം എന്നുള്ള വിശ്വാസത്തില്ലേ, അതാണ് പറയുന്നത് ഫെയ്ത്ത് ഇൻ ദ ഹയസ്റ്റ് വെർച്യു ഓഫ് സർവീസ് ടു ഹ്യൂമാനിറ്റി. നെക്സ്റ്റ് ബിലീഫ് ഇൻ ദ പ്രൈമസി ഓഫ് വൺസ് ഡ്യൂട്ടി ഓവർ വൺസ് റൈറ്റ്. അതായത് ഒരാളുടെ അവകാശങ്ങളെക്കാൾ ആളുടെ ഡ്യൂട്ടിക്ക് അല്ലെങ്കിൽ കടമയ്ക്ക് നമ്മൾ മുൻഗണന കൊടുക്കാം. അതായത് സ്വന്തം അവകാശങ്ങളെക്കാൾ പ്രധാനം മറ്റൊരു നമ്മുടെ ഒരു സാമൂഹിക കടമയാണ് എന്നുള്ള ഒരു വിശ്വാസം. ഇതൊക്കെയാണ് എന്ത് വോളണ്ടറി ആക്ഷന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ വെൽബീയിങ് ഒക്കെ ഒരു ഉറപ്പ് വരുത്താനുള്ള നമ്മുടെ ഒരു ആഗ്രഹം. നെക്സ്റ്റ് നമ്മൾ റിവാർഡൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. മൂന്നാമത് പറഞ്ഞത് എന്താണ്, ഒരു കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ് മനുഷ്യ സേവനത്തിലുള്ള ഒരു വിശ്വാസം, അതായത് മാനവ സേവനമാണ് ഏറ്റവും വലിയ മഹത്വം എന്നുള്ള വിശ്വാസം. അഞ്ചാമത് പറഞ്ഞത് അവകാശങ്ങളെക്കാൾ നമ്മൾ എന്താണ് സാമൂഹിക കടമയ്ക്ക് മുൻതൂക്കം കൊടുക്കുക. അങ്ങനെ 5 കാര്യങ്ങളാണ് വോളണ്ടറി ആക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഇതുവരെ ഓക്കെയാണോ പറഞ്ഞത്? നെക്സ്റ്റ് വരുന്നതാണ് ശ്രമദാൻ, അതായത് വോളണ്ടറി മാനുവൽ ലേബർ. Shramdan has its origin in Hindi. It consists of 2 words, shram, manual labor, and that, donation. രണ്ട് വാക്കുകളാണ് ഹിന്ദിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 2 വാക്കുകളുണ്ട്. ഒന്ന് ശ്രം, മാനുവൽ ലേബർ ആണ് മീനിങ്. പിന്നെ ദാൻ എന്ന് പറയുന്നത് എന്താ, donation. Taken together, they mean the act of doing labor voluntarily to promote a collective good through some kind of work. അതായത് ഈ ശ്രമദാനം എന്ന് പറയുന്നത് എന്താ, സമൂഹത്തിന് നന്മയ്ക്കായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ റോഡ് പണിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാം. അതൊക്കെ സ്വമേധയാ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ശ്രമദാൻ എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ശ്രമദാൻ ആർ മാനുവൽ ലേബർ, വോളണ്ടറിനെസ്, collective and cooperative endeavors, and promotion of some common public good or protection of some common public interest. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. മാനുവൽ ലേബർ ഉണ്ടായിരിക്കും, അതായത് കായികാധ്വാനം എന്ന് പറയില്ലേ. നെക്സ്റ്റ് എന്താണ്, വോളണ്ടറിനെസ്, സ്വമേധയാ ചെയ്യല്, നമ്മൾ സന്നദ്ധമായിട്ട് ഇറങ്ങിച്ചില്ല. നെക്സ്റ്റ് കളക്റ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് എൻഡീവേഴ്സ് ഉണ്ടായിരിക്കും, അതായത് കൂട്ടായിട്ട് അല്ലെങ്കിൽ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടായിരിക്കും നമ്മളെല്ലാം ചെയ്യുന്നത്. നാലാമത് പറയുന്നത് എന്താണ്, പ്രൊമോഷൻ ഓഫ് സം കോമൺ പബ്ലിക് ഗുഡ് ഓർ പ്രൊട്ടക്ഷൻ ഓഫ് സം കോമൺ പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതു നന്മയോ അല്ലെങ്കിൽ പൊതു താല്പര്യ സംരക്ഷണമായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഇത് 4ആണ് എന്ത് ശ്രമദാന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫോർ എക്സാമ്പിൾ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സൺഡേ ഒരു ഹോളിഡേ ദിവസം നോക്കിയിട്ട് എന്താണ് എന്തെങ്കിലും ഒരു തോട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഒരു കുളം വൃത്തിയാക്കുക, അല്ലെങ്കിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് മണ്ണും കല്ലൊക്കെ ഇട്ട് നികത്ത്, ഇതൊക്കെ എന്താണ് ശ്രമദാനാണ്. ഓക്കെ. Even the government has launched such programs like National Service Scheme, National Cadet Corps, etc., wherein educated youth are required to contribute their manual labor voluntarily to better the conditions of people in the areas in which they desire to work, particularly with a view to promoting the dignity of labor, inculcating it as a part of youth personality. നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്കീമുകൾ കൊണ്ടിട്ടുണ്ട് അല്ലെ. നാഷണൽ സർവീസ് സ്കീം, നാഷണൽ കാഡറ്റ് കോർപ്സ് തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെന്ത് ചെയ്യണം, ഈ പഠിപ്പുള്ള ചെറുപ്പക്കാരെ അവരുടെ ആ ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ മനസ്സിലാക്കുന്നതിനും അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാക്കുന്നതിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവര് ജീവിക്കുന്ന സാഹചര്യം മെച്ചപ്പെടുത്താനായിട്ട് അവരെ കൊണ്ട് സംഭാവന ചെയ്യിക്കാം. അതാണ് ഈ പറയുന്ന പ്രോഗ്രാംസിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവര് താമസിക്കുന്ന ഏരിയയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് അവരെ ഇറങ്ങിച്ചെന്ന് അവിടെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഒരു സ്കൂളും കോളേജും ഒക്കെ ആണെന്ന് വിചാരിക്കാം, ഈ NSS അല്ലെങ്കിൽ NCC വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ അവരൊരു ക്യാമ്പയിൻ ഒക്കെ നടത്തും, അല്ലെ ഒരു 7 ദിവസത്തെ ഒരാഴ്ചത്തെ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തെ ക്യാമ്പയിൻ. അപ്പൊ അവിടുത്തെ റോഡുകൾ നന്നാക്കുക, അല്ലെങ്കിൽ സ്കൂളിന്റെ മുറ്റം വൃത്തിയാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിവെള്ള സ്രോതസ്സുകൾ കിണർ വൃത്തിയാക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു
ഏരിയ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രാമം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്കൂൾ ആയിക്കോട്ടെ, അവിടെ അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവർ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയുടെ മഹത്വം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുക ചെയ്യും. ഓക്കെ, അപ്പോൾ undoubtedly Shramadhan is of immense significance for promoting socio-economic development. Shramadhan is a vast reservoir of voluntarily manual labor which finally culminates into many kinds of concrete achievement. ഇപ്പോൾ ഈ ഒരു സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ശ്രമദാൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കായിക അധ്വാനത്തിലൂടെ ഒരു വലിയ സ്രോതസ്സാണ് എന്ത്? ശ്രമദാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കോൺക്രീറ്റ് അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താ? വസ്തുതാപരമായിട്ടുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു റോഡ് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കുടിവെള്ള സ്രോതസ് ശുചീകരിക്കുക, സ്കൂളിന്റെ മുറ്റം ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ എന്താണ്? കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് സോഷ്യൽ വർക്ക് aims at improving the social functioning of persons in society or bringing about desired changes in the social system so that everyone in society gets opportunities for optimum realization of one's potential. അപ്പോൾ ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മളൊരു സമൂഹത്തിലെ ഇൻഡിവിജ്വൽസിന്റെ ഒരു സോഷ്യൽ ഫങ്ഷനിങ് മെച്ചപ്പെടുത്തുകയോ, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലെ എല്ലാവരും കൂടെ അവരുടെ എല്ലാവിധ കഴിവുകളും സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്താൻ തക്കവണ്ണം നമ്മുടെ സമൂഹത്തിന്റെ സിസ്റ്റത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്യുകയാണെന്ത്? സോഷ്യൽ വർക്കിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിന്ന് 3 കാര്യങ്ങളാണ് നോക്കിയത്. ചാരിറ്റി, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കിയത് എന്താണ്? ചാരിറ്റി കഴിഞ്ഞു, വോളണ്ടറി ആക്ഷൻ കഴിഞ്ഞു, നെക്സ്റ്റ് ശ്രമം. വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇപ്പൊ ഇത്ര എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് നാളെ നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? ഓക്കെ ആയിരുന്നു? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നമുക്ക് കുറച്ചും കൂടി സ്റ്റുഡൻസ് ആയിട്ട് നമുക്കൊന്ന് ഗ്രൂപ്പ് ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ക്ലാസ് കണ്ടവര് ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നുള്ളത്. ഓക്കെ, നല്ല രീതിയിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒരു മടിയും വേണ്ട അല്ലെ, ഒരു ഹെസിറ്റേഷനും വേണ്ട. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ഓക്കെ, സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് തന്നെ. ഓക്കെ, താങ്ക് യു, ബൈ.